നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സബ്ജക്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇപ്പോൾ 2 ദിവസം മുമ്പ് കേന്ദ്രത്തിൽ NDA സർക്കാർ അധികാരത്തിൽ വരികയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPക്കാരായിട്ടുള്ള ആൾക്കാരും NDA സഖ്യത്തിലുള്ള ആൾക്കാരും എല്ലാം വളരെ സന്തോഷവാന്മാരാണ്. എന്നിരുന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ BJP ഘടകത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന സുരേന്ദ്രൻ മാധ്യമത്തിന് മുമ്പിൽ വന്നപ്പോൾ അദ്ദേഹം പ്രതികരിച്ച രീതി കണ്ട് എനിക്ക് അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് തോന്നിപ്പോയി. ഇത്രയ്ക്കും മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു പ്രതികരണം അദ്ദേഹത്തിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. സുരേന്ദ്ര, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകന്മാരെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ, അത് സോഷ്യൽ മീഡിയയിലും വിഷ്വൽ മീഡിയയിലൊക്കെയുള്ള രാഷ്ട്രീയ നിരീക്ഷകന്മാരെ പറ്റി നോക്കുകയാണെങ്കിൽ അതിൽ ടോപ്പിൽ നിൽക്കുന്ന 2 ആളുകളാണ്. ഒന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ, രണ്ടാമത്തത് ശ്രീജിത്ത് പണിക്കർ. അപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം അറിവിൻ്റെ ഒരു നിറകുടമാണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു നിഘണ്ടുവാണെന്ന് തന്നെ പറയാം. അദ്ദേഹം എന്ത് കാര്യങ്ങൾ പറയുകയാണെങ്കിലും അതിലെ ഡേറ്റുകൾ പോലും അദ്ദേഹത്തിന് കറക്റ്റായിട്ട് അറിയാം. അതുപോലെ തന്നെ ഓരോ നേതാക്കന്മാരുടെ പേര്, അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവർ പാസ്സാക്കിയിട്ടുള്ള ബില്ലുകൾ, അവരെടുത്തിട്ടുള്ള തീരുമാനങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് സരസമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ജയശങ്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടംപോലെ എതിരാളികളുമുണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ പറയേണ്ട കാര്യം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണ് ജയശങ്കർ. അതുപോലെ തന്നെ നമ്മൾ ശ്രീജിത്ത് പണിക്കരെ പറ്റി നോക്കുകയാണെങ്കിൽ അദ്ദേഹം വളരെ ചെറുപ്പമാണ്, വളരെ നല്ലൊരു വാഗ്മിയാണ്. അദ്ദേഹം ഏത് ടോപ്പിക്കുണ്ടെങ്കിലും അതിനെക്കുറിച്ച് അഗാധമായിട്ട് പഠിച്ചിട്ട് വന്നിട്ടാണ് ഒരു ഒരു ഡിബേറ്റിലൊക്കെ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അഗാധമായ നോളജുള്ള ഒരാളെ പെട്ടെന്ന് ആർക്കും ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു മീഡിയയിൽ ഒരു ചർച്ച ഉണ്ടാകുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് കൊട്ട് കിട്ടാത്ത ആളുകൾ വളരെ കുറവാണ്. കാരണം അനാവശ്യമായിട്ട് അദ്ദേഹത്തെ കയറി ചൊറിയുകയാണെങ്കിൽ അദ്ദേഹം ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കും. അത് കുറുക്കി തന്നെ കൊള്ളുകയും ചെയ്യും. അതുപോലെ അദ്ദേഹം പറയുന്ന എല്ലാ കാര്യത്തിലും അതിന് വേണ്ട ഉപോത്ഭലമായ എല്ലാ കാര്യങ്ങളും, എല്ലാ എവിഡൻസും നിരത്തിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് വിശ്വസ്തത കൂടുതലാണ്. ആളുകൾ അദ്ദേഹത്തെ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാൻസായിട്ടും ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാകുമ്പോൾ അവർക്ക് എതിരാളികൾ ഉണ്ടാകുന്നതും സ്വാഭാവികമാണ്. ഇപ്പോൾ നമ്മൾ അഡ്വക്കേറ്റ് ജയശങ്കറെ പറ്റി നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ്. ആ സമയം ശ്രീജിത്ത് പണിക്കരാണെങ്കിൽ ഒരു വലതുപക്ഷ ചിന്താഗതിയുള്ള ഒരാളാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീജിത്ത് പണിക്കരെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം NDA സർക്കാരിനെ അല്ലെങ്കിൽ BJP സർക്കാരിനെ ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീജിത്ത് പണിക്കർ. ഇപ്പം CA ആണെങ്കിൽ, അല്ലെങ്കിൽ കർഷക സമരമാണ്, അതേപോലെ പല കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണെന്നും അതിനുള്ള വിത്ത് എവിഡൻസ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ BJPക്കാർ ചെയ്തതിനേക്കാളും വലിയൊരു സർവീസാണ് BJPക്ക് വേണ്ടി ശ്രീജിത്ത് പണിക്കർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യം തെറ്റായിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് എന്ന് തുറന്നു പറയാനുള്ള ആർജവവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് കേരളത്തിലെ ഗവൺമെൻറ്റിനെയാണ്. ഈ പറയുന്ന സുരേന്ദ്രനോ ഈ പറയുന്ന BJPയിൽ തലപ്പത്തിരിക്കുന്ന മറ്റാരേക്കാളും ഭംഗിയായിട്ടും വ്യക്തമായിട്ടും കൃത്യമായിട്ടും കേരള സർക്കാരിനെ വിമർശിച്ചിട്ടുള്ളത് ശ്രീജിത്ത് പണിക്കരാണ്. അങ്ങനെ നോക്കിയാൽ BJPക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീജിത്ത് പണിക്കർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ സുരേഷ് ഗോപിയുടെ കാര്യം എടുത്താൽ തന്നെ അദ്ദേഹത്തിനെതിരെ പല തരത്തിലുള്ള മീഡിയയിൽ നിന്നും ഒക്കെ ഒരുപാട് തരത്തിലുള്ള ചെല്ലുവാരികളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എതിരായിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീജിത്ത് പണിക്കർ. ഒരുപക്ഷെ സുരേന്ദ്രനൊന്നും ഒരിക്കൽ പോലും സുരേഷ് ഗോപി ഇങ്ങനെ ഒരു പ്രശ്നത്തിലായപ്പോൾ പോലും വന്ന് ഇത്ര നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം പറയാനായിട്ട്.
അതിന് ഇപ്പം നമ്മൾ അഡ്വക്കേറ്റ് ജയശങ്കർ അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ അന്നേരം തന്നെ പറയുകയുണ്ടായി. ഇതെല്ലാം സുരേഷ് ഗോപിയെ കൂടുതൽ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമേ സഹായിക്കുള്ളൂ എന്ന് അദ്ദേഹം വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീജിത്ത് പണിക്കർ സുരേഷ് ഗോപിയെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തപ്പോൾ സുരേന്ദ്രന് കിട്ടിയതിനേക്കാളും കൂടുതൽ സപ്പോർട്ട് ശ്രീജിത്ത് പണിക്കർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് മനസ്സിലാക്കിയ സുരേന്ദ്രൻ അദ്ദേഹത്തിന് മനസ്സിലൊരു വിഷമം തോന്നാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എനിക്ക് കിട്ടിയ ഇൻഫർമേഷനൊക്കെ കറക്റ്റാണെങ്കിൽ ശ്രീജിത്ത് പണിക്കരെ BJPയുടെ താവളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് BJP ഘടകം ഒരുപാട് ശ്രമിച്ചിരുന്നതുമാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ നിലപാടുകളിൽ വ്യക്തമായിട്ട് നിൽക്കാൻ പറ്റണം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഒരു സ്വതന്ത്ര നിരീക്ഷകനായിട്ട് നിലനിൽക്കുന്നത് തന്നെ. അങ്ങനെയുള്ള ഒരാളെയാണ് സുരേന്ദ്രനെ കളിയാക്കിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ വിമർശിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഈ കിട്ടിയ ഒരവസരത്തിൽ സുരേന്ദ്രൻ ഒന്ന് കുടയാനായിട്ട് ശ്രമിച്ചത്. അത് തീരെ നന്നായില്ല. വിമർശനങ്ങൾ സാധാരണമാണ്. അതൊരു നേതാവിനെ സംബന്ധിച്ച് ഒരുപാട് വിമർശനങ്ങളുണ്ടാകും. ആ വിമർശനങ്ങളിലൂടെ കാര്യങ്ങൾ പഠിച്ച് അതിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അത്യാവശ്യം. ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം അങ്ങനെയാണ്. ഉമ്മൻചാണ്ടി അതിനുള്ളൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്. അദ്ദേഹത്തെ ആക്രമിച്ചതുപോലെ മീഡിയയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ ആക്രമിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എത്ര ഭംഗിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഡിഫെൻഡ് ചെയ്ത് താനാണ് ശരി എന്ന് തെളിയിച്ചത്. പക്ഷേ സുരേന്ദ്രൻ അങ്ങനെ പറ്റില്ല. കാരണം അദ്ദേഹം ഒരുപാട് കൊള്ളരുതായ്മകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് വിളിച്ചു പറയുമ്പോൾ കേൾക്കാൻ അത്ര രസം ഉണ്ടാകില്ല എന്ന് ഞങ്ങൾക്കറിയാം സുരേന്ദ്രൻ. അപ്പം അതുകൊണ്ട് വിഷമിച്ചിട്ട് കാര്യമില്ല. അതും ആരെയാണ് പോയി ചൊറിയുന്നത് എന്ന് നോക്കിക്കൊണ്ട് വേണം ചൊറിയാൻ എന്നുകൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം സുരേന്ദ്രൻ ഒന്ന് ശ്രീജിത്ത് പണിക്കരെ ചൊറിഞ്ഞു, അതിന് തിരിച്ച് നല്ലൊരു മാന്തൽ ശ്രീജിത്ത് പണിക്കർ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ശ്രീജിത്ത് പണിക്കർ നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ട് അതിൻ്റെ താഴെ ഉള്ളി പൊളിച്ച് വെച്ചിരിക്കുന്ന ഒരു പടം കൂടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ ഞാൻ ആ പോസ്റ്റ് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് സുരേന്ദ്രനോട് പേഴ്സണലായിട്ട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇതേപോലുള്ള നേതാക്കന്മാരോട് പറയാനുള്ളത്, പലപ്പോഴും അങ്ങനെ അവരുടെ ഒരു പൊസിഷനിലേക്ക് വരാനായിട്ട് കുതുകാല് വെട്ടേണ്ടി വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ടാകും. രാഷ്ട്രീയത്തിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണഗതിയിലുള്ള ഒരാൾ താഴെ നിലയിൽ നിന്നും പെട്ടെന്ന് ഉയർന്നു വരാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങളൊരു പൊസിഷനിലെത്തുമ്പോൾ ആ പൊസിഷൻ ഡിമാൻഡ് ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് അറിയാം, കേരള BJPയിൽ ചില തരത്തിലുള്ള അനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ബെസ്റ്റ് എക്സാമ്പിൾ ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ട് വേണ്ട തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ സ്വന്തം പ്രയത്നത്താൽ വി മുരളീധരൻ വോട്ട് മേടിച്ചിട്ടുണ്ട്. അവിടെ കേരള ഘടകം എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം ഉറപ്പായിട്ടും അവിടെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അവിടെ വർഷങ്ങളായിട്ട് പരിശ്രമിച്ചിട്ടാണ് അത്രയും വോട്ട് മേടിച്ചിട്ടുള്ളത്. അതേപോലെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം നോക്കിയാൽ അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അത്രയും വോട്ട് സമാഹരിച്ചിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ഒരുപാട് പാടുപെട്ടിട്ടാണ് വോട്ട് സമാഹരിച്ചിട്ടുള്ളത്. സുരേഷ് ഗോപി എത്രയോ വർഷമായിട്ട് തൃശ്ശൂരിൽ വർക്ക് ചെയ്തിട്ടാണ് അവിടെ വോട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ക്രെഡിറ്റ് നിങ്ങൾ എടുത്തുകൊള്ളൂ. നിങ്ങൾ കേരള BJP ഘടകത്തിൻ്റെ തലപ്പത്തുള്ള ആളായതുകൊണ്ട് ഒരു ക്രെഡിറ്റ് എടുക്കൂ. പക്ഷേ ശ്രീജിത്ത് പണിക്കരൊക്കെ ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും, കേരളത്തിൽ എല്ലായിടത്തും BJP സഹായിച്ചിട്ടുണ്ട്. BJPക്ക് അനുഭവമുള്ള ആളുകളുടെ മനസ്സിലേക്ക് കയറി കിടക്കാൻ അവർക്കൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് സുരേന്ദ്ര. അതുകൊണ്ട് ആരെയാണ് ചൊറിയുന്നതെന്ന് ഓർത്ത് ചൊറിയുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, പലപ്പോഴും പലരും തങ്ങളുടെ പൊസിഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെട്ടിട്ടുണ്ടാകാം. പക്ഷേ ആ പൊസിഷനിലെത്തുമ്പോൾ പെർഫോം ചെയ്തിട്ട് ആ പൊസിഷനെ സാധൂകരിക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. ഉദാഹരണം നരേന്ദ്രമോദി, പെർഫോമൻസ് വൈസ് അദ്ദേഹത്തെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല.
അതുപോലുള്ള പല ആൾക്കാരെയും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അവരുടെ പ്രവർത്തനങ്ങൾ അവർ ആ പൊസിഷനിൽ എത്തിയപ്പോൾ ഉള്ളത് അവരെടുത്ത സ്റ്റെപ്പുകളെ സാധൂകരിക്കുന്നതായിരുന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അപ്പോൾ സുരേന്ദ്ര കുറച്ച് കാര്യങ്ങളൊക്കെ ഏതെങ്കിലും പൊസിഷനാണെങ്കിൽ ചെയ്തിട്ട് ആളുകളുടെ മനസ്സിലേക്ക് കയറി ചെല്ലാൻ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.